ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ്. PSC പരീക്ഷകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആനുകാലികം അഥവാ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ പ്രൊഫൈൽ എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. എല്ലാവർക്കും അല്ല, കുറേ പേർക്കൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് PSC അടുത്തിടെ ചോദിച്ച പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 4 സ്റ്റേജായി നടന്ന LGS എക്സാമിലെ മുഴുവൻ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രധാനപ്പെട്ട അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻ ഡി ജാവലിൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. വെള്ളി മെഡലാണ് നീരജ് ചോപ്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് കൊറോണ കാരണം 2021 നടന്നത്. ആ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ഇതുപോലെ ജാവലിനിൽ ഗോൾഡ് മെഡൽ ഇന്ത്യക്ക് വേണ്ടി നേടിത്തന്നിട്ടുണ്ട്. പിന്നെ നീരജ് ചോപ്രയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഹരിയാനയാണ്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ സി നിതിൻ മധുകർ ജംദാർ. ഇനി അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഓപ്ഷൻ ബി 143. ഈ ക്വസ്റ്റ്യൻ നമ്പർ ഓർഡറിലല്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം ഷഫിളായിട്ടാണ് കറണ്ട് അഫയറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഓർഡറിലല്ല, ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതി. എഴുതിയെടുത്ത് പഠിക്കുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് നമ്പർ ഇട്ടിട്ട് ഓർഡറിൽ എഴുതിയെടുത്ത് പഠിക്കാം. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ 2023-2024 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡാണ്. അപ്പോൾ കേരളത്തിനും ഉത്തരാഖണ്ഡിനുമാണ് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളുണ്ട് 1ാം സ്ഥാനത്ത്. ഇനി അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ്. അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി 40 ആണ്. അമേരിക്കയും 40 സ്വർണം നേടി, ചൈനയും 40 സ്വർണം നേടി. 1ാം സ്ഥാനത്തെത്തിയതാരാണ്? അമേരിക്ക. അമേരിക്കയ്ക്ക് മൊത്തം 126 മെഡലുകളാണ് കിട്ടിയത്. അതുപോലെ ചൈനയാണ് 2ാം സ്ഥാനത്ത്, 91 മെഡലാണ് ചൈനയ്ക്ക് ലഭിച്ചത്. ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 71ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യക്ക് പാരീസ് ഒളിമ്പിക്സിൽ 1 സിൽവറും 5 ബ്രോൺസും അടക്കം മൊത്തം 6 മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി മിസൈലാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? അപ്പോൾ ഇത് കറണ്ട് അഫയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചോദ്യം തന്നെയാണ്. അടുത്തിടെയാണ് പാലക്കാട് 1ാം സ്ഥാനം മാറിയിട്ട് ഇടുക്കി 1ാം സ്ഥാനത്തായത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. അടുത്ത ചോദ്യം, വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ തമിഴ്നാട്. അടുത്ത ചോദ്യം, കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിക്കണം. മോട്ടോർ വാഹന വകുപ്പാണ് ആരംഭിച്ചിരിക്കുന്ന മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ISROയുടെ ആസ്ഥാനമായ ബാംഗ്ലൂർ തന്നെയാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെയും ആസ്ഥാനമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 2023 IPL ചരിത്രത്തിൽ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? ഓപ്ഷൻ സി തുഷാർ ദേശ്പാണ്ഡെ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഏതാണ് എന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ഈക്കോളി ബാക്ടീരിയ. ഇനി അടുത്ത ചോദ്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏത്? ഓപ്ഷൻ ബി സാരഥിയാണ് ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? രാഷ്ട്രീയ വിജ്ഞാൻ എന്ന് പറയുമ്പോൾ കുറച്ച് രാഷ്ട്രീയക്കാർക്കാണോ സാംസ്കാരിക പ്രവർത്തകർക്കാണോ എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷെ കറക്റ്റായിട്ടുള്ള ഉത്തരം ശാസ്ത്രജ്ഞർക്ക് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽ പെടുന്നു? ഇപ്പോൾ ഓപ്ഷൻ എ വൈറസ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലേ, സാർസ് കൊറോണ വൈറസ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതെന്ന്? ഓപ്ഷൻ ബി താലോലം ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
ആർദ്രം എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഈ എല്ലാ ഓപ്ഷനിലുള്ള എല്ലാ ചോദ്യങ്ങളും PSC ചോദിക്കാറുള്ളത് കൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആർദ്രം പ്രൈമറി ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ടതും സുഹൃതം ക്യാൻസർ പേഷ്യൻറ്റുമായി ബന്ധപ്പെട്ടതും അതുപോലെ മന്ദഹാസം എന്ന് പറയുന്നത് പ്രായമായവർക്ക് വെപ്പ് പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയുമാണ്. ഇനി അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ന്യൂറാലിങ്ക് കോർപ്പറേഷൻ ആണ്. ഇനി അടുത്ത ചോദ്യം, കേരള സാമൂഹിക സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷ. ഓപ്ഷൻ ബി വയോമിത്രം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഓപ്പറേഷൻ അമൃതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് എവിടെയാണെന്നുള്ളതാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി നിലമ്പൂർ ആണ്. ഇനി ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ എംപോക്സ് അഥവാ മങ്കി പോക്സ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം? ഓപ്ഷൻ ബി ആസാമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണെന്നുള്ളത് ആസാമാണ്. ഇനി അടുത്ത ചോദ്യം, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം? ഓപ്ഷൻ സി നാഗാലാൻഡ്. അടുത്ത ചോദ്യം, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേര് എന്ത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ കർസാപ്പ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കർസാപ്പിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ്. 2018 കേരള ഗവൺമെൻറ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. ഇനി അടുത്ത ചോദ്യം, 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ്? ഓപ്ഷൻ എ ഹൃദ്രോഗം ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണവൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ഓപ്ഷൻ സി ശ്രുതി തരംഗമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത്? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഓപ്ഷൻ ഡി 1056 എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി അമൃതം. അടുത്ത ചോദ്യം, 2023 രസതന്ത്ര നൊബേൽ സമ്മാനം? ഓപ്ഷൻ ബി 3 പേർക്ക് ലഭിച്ചു. 2023 രസതന്ത്ര നൊബേൽ ജേതാക്കൾ ആരൊക്കെയാണ്? അലസ്കെ യെക്കിമോവ്, ലൂയിസ് ബ്രൂസ് ആൻഡ് മൗങ്കി ഭവണ്ടിയാണ് നൊബേൽ സമ്മാനം ലഭിച്ച ആൾക്കാർ. ഇനി അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഓപ്ഷൻ എ ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ഇനി അടുത്ത ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ ചോദ്യം LDC എക്സാമിനും അതുപോലെ നിരവധി എക്സാമുകൾക്ക് റിപ്പീറ്റഡായിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേര് എന്ത്? ഓപ്ഷൻ സി ZIG അതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? ഓപ്ഷൻ ഡി പോർച്ചുഗലാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഇപ്പോഴത്തെ അന്റോണിയോ ഗുട്ടറസ് ആണ്. 9ാമത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് എന്ന് പറയുന്നത്. 2ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറി ജനറൽ കൂടിയാണ് അദ്ദേഹം. ഇനി 2023 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ചോദ്യം, 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ അർജന്റീനയായിരുന്നു. അർജന്റീന ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ളതാണ്? തെക്കേ അമേരിക്കയിൽ നിന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം, മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. അപ്പോൾ
അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി മണ്ണ് ദിനം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി നാളികേരം. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെങ്ങുകളുണ്ട് അല്ലേ. ഇനി അടുത്ത ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 30%. അടുത്ത ചോദ്യം, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരി? ഓപ്ഷൻ ഡി ദിവ്യ ദേശ്മുഖ്. അടുത്ത ചോദ്യം, 2024 വർഷത്തെ G7 ഉച്ചകോടി നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ഇറ്റലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2023 G7 നടന്ന രാജ്യം ഏതാണ്? 2023 നടന്നത് ജപ്പാനിൽ വെച്ചിട്ടാണ്. അതുപോലെ ഇനി 2025 അതായത് 51ാമത്തെ G7 സമ്മിറ്റ്. ഇപ്പോൾ നടന്നത് 50ാമത്തെ G7 സമ്മിറ്റാണ്. ഇനി അടുത്ത വർഷം 2025 നടക്കാൻ പോകുന്നത് 51ാമത്തെ G7 സമ്മിറ്റാണ്. G7 51ാമത് നടക്കുന്നത് കാനഡയിൽ വെച്ചിട്ടാണ്. ഇനി അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ സി ഗഗൻയാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചന്ദ്രയാൻ 1ഉം ചന്ദ്രയാൻ 2 ഒക്കെ ചന്ദ്രനിലേക്കുള്ള മിഷനാണ്. അതുപോലെ മംഗളയാൻ എന്നുള്ളത് ചൊവ്വയിലേക്കുള്ള മിഷനാണ്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ നമുക്കറിയാം വളരെ വിവാദമായിട്ടുള്ളൊരു ബില്ലായിരുന്നു വനിതാ സംവരണ ബിൽ. അതറിയപ്പെടുന്ന പേരെന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം അവിടെ പാസ്സാക്കപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ ബില്ല് കൂടിയാണ് ഈ വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത്. 106ാമത്തെ ഭേദഗതിയാണ്. ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് എന്നാണ്? സെപ്റ്റംബർ 20. അതുപോലെ തന്നെ രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് സെപ്റ്റംബർ 21. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് പാസ്സാക്കുന്നത്. പ്രസിഡന്റ് ഒപ്പുവെച്ച ഡേറ്റ് എന്ന് പറയുന്നത് 28 സെപ്റ്റംബറാണ്. ഇനി വനിതാ സംവരണ ബില്ലിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമുവാണ്. 2023 106ാമത്തെ ഭേദഗതി വരുന്നത്. ഇനി എത്ര വർഷത്തിലേക്കാണ് ഈ ഭേദഗതിയിൽ പറയുന്നത് പോലെ 33% സംവരണമാണ് ഈ ഭേദഗതിയിൽ പറയുന്നത് വനിതകൾക്ക് വേണ്ടിയിട്ട്. എത്ര വർഷത്തിലേക്കാണ്? 15 വർഷത്തിലേക്കാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഓപ്ഷൻ സി കൊൽക്കത്ത. 2024 മാർച്ചിലാണ് കൊൽക്കത്തയിൽ ഈ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്രമോദിയാണ്. ഇനി അടുത്ത ചോദ്യം, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ സി ബ്രസീലാണ് ശരിയായിട്ടുള്ള ഉത്തരം. ബ്രസീലിന് ടോട്ടൽ 5 വേൾഡ് കപ്പാണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് സ്ഥാനത്ത് ആരാണ്? 2ാം സ്ഥാനത്ത് ജർമ്മനിയാണ്. ജർമ്മനിക്ക് 4 വേൾഡ് കപ്പാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? അപ്പോൾ ശ്രീലങ്കയിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? അനുരകുമാര ദിസാനായകെ എന്നുള്ളതാണ്. ഇതിന് മുമ്പുള്ളത് ആണ് ഓപ്ഷൻ സി റനിൽ വിക്രമസിംഹയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആരെന്നുള്ളതാണ്. ഓപ്ഷൻ എ സജി ചെറിയാനാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ഓപ്ഷൻ ബി മെയ് 25. അപ്പോൾ 2024 മുതലാണ് യുണൈറ്റഡ് നേഷൻ ലോക ഫുട്ബോൾ ഡേ ആയിട്ട് ആചരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ വർഷം ആചരിച്ചത് ആദ്യത്തെ ലോക ഫുട്ബോൾ ദിനമാണ്. ഇനി അടുത്ത ചോദ്യം, 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പ്രതിഭ റായാണ് ശരിയായിട്ടുള്ള ഉത്തരം. സാഹിത്യ ലോകത്ത് സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ONV സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ് എന്ന് പറയുന്നത്. 2023 ജേതാവ് ആരായിരുന്നു? സി രാധാകൃഷ്ണനായിരുന്നു. ഇനി അടുത്ത ചോദ്യം, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഓപ്ഷൻ എ എറണാകുളം. അടുത്ത ചോദ്യം, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ? ഓപ്ഷൻ എ കതിർ ആപ്പ്. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മന്ത്രിമാരും വകുപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിപ്പോൾ കേന്ദ്ര മന്ത്രിസഭയായാലും കേരള മന്ത്രിസഭയായാലും PSC നിരവധി തവണ ചോദിക്കാറുണ്ട്. ഇപ്പോഴും പ്രിപ്പയർഡ് ആയിട്ട് എല്ലാ എക്സാമുകൾക്കും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ വകുപ്പുകളും മന്ത്രിമാരും കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ചോദ്യം, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്ര എന്നുള്ളതാണ്. ഓപ്ഷൻ എ 89.45 മീറ്ററാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ
നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം 87.58 മീറ്റർ ആയിരുന്നു. ആ വർഷം നീരജ് ചോപ്രയ്ക്ക് ഗോൾഡ് മെഡലാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തവണ 24 സിൽവർ മെഡലായിരുന്നു. ഇപ്പോൾ ഈ 2 ദൂരങ്ങളും PSC ചിലപ്പോൾ മാറ്റി ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി 134 ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന 2024 സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 തന്നെയാണ്. 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡാണ്. ഇനി അടുത്ത ചോദ്യം, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏത്? ഓപ്ഷൻ ബി 800. ഇനി അടുത്ത ചോദ്യം, 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഓപ്ഷൻ സി COVID-19 വാക്സിൻ കണ്ടെത്തിയതിനാണ് വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കാരിക്കോയ്ക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? ഓപ്ഷൻ ബി വൈറസാണ്. സോനോട്ടിക് വൈറസ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ഓപ്ഷൻ ഡി ചന്ദ്രയാൻ 3. ഈ വർഷം കഴിഞ്ഞ ഒരുവിധം എല്ലാ പരീക്ഷകളിലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചന്ദ്രയാനെക്കുറിച്ചൊരു ചോദ്യമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അപ്പോൾ ചന്ദ്രയാൻ 3നെ കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഡേറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. 2023 ഓഗസ്റ്റ് 23 അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 23 നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് ഇപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ സോമനാഥ് ആയിരുന്നു. അതുപോലെ ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടറായിട്ടുള്ളത് P വീരമുത്തുവേലും മിഷൻ ഡയറക്ടർ മോഹൻകുമാറുമാണ്. ഇനി സോഫ്റ്റ് ലാൻഡ് ചെയ്ത പോയിന്റ്, ആ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ് എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അമൃതം ആരോഗ്യം. ഈ ചോദ്യം ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ഓപ്ഷൻ ബി ഹർമൻപ്രീത് സിംഗ് ആണ്. ഹോക്കി ടീമിൻ്റെ കോച്ചാണ് ശ്രീജേഷ് PR എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ഓപ്ഷൻ ബി ആട്ടം. അപ്പോൾ ദേശീയ ചലച്ചിത്ര അവാർഡാണോ സംസ്ഥാനമാണോ 70ാമത്തെയാണോ 69ാമത്തെയാണോ എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? എല്ലാവർക്കും അറിയുന്ന ചോദ്യം, ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. ഓപ്ഷൻ ബി സോമനാഥ്. ഇനി അടുത്ത ചോദ്യം, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഓപ്ഷൻ ഡി സിംഗപ്പൂർ. 2023 G20 സമ്മിറ്റ് നടന്ന രാജ്യം ഇന്ത്യയായിരുന്നു. അതുപോലെ 2024 വേദി എന്ന് പറയുന്നത് ബ്രസീലാണ്. അടുത്ത ചോദ്യം, ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് വിളയുടെ ഉൽപ്പാദനത്തിലാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ കേരളത്തിന് 2ാം സ്ഥാനമുള്ളത്? ഓപ്ഷൻ എ കാപ്പി. 1ാം സ്ഥാനം കർണാടകയ്ക്കാണ്. ഏകദേശം 70% കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലാണ്. ഇനി അടുത്ത ചോദ്യം, ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ഓപ്ഷൻ എ കൊല്ലത്താണ് നടപ്പാക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ഓപ്ഷൻ സി ജീവൻ രക്ഷാ പതക് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, 2025 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. 23 നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യ, 24 ബ്രസീൽ, 25 ദക്ഷിണാഫ്രിക്ക. ഇനി അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ. നമ്മൾ നേരത്തെ ഇതുപോലൊരു മന്ത്രിയുടെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു. നിരവധി മന്ത്രിമാരുടെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതുപോലെ ചില മണ്ഡലങ്ങളും ചോദിക്കാറുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത ചോദ്യം, ലക്ഷദ്വീപിൽ ബ്രാഞ്ച് ആരംഭിച്ച ആദ്യ സ്വകാര്യ ബാങ്ക് ഏതാണ്? ഓപ്ഷൻ എ HDFC ബാങ്ക്.
അടുത്ത ചോദ്യം 2024 മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ നടൻ. ഓപ്ഷൻ ബി പൃഥ്വിരാജ്. ഇനി അടുത്ത ചോദ്യം 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി നീരജ് ചോപ്ര ജാവലിൻ 89.45 മീറ്റർ എറിഞ്ഞ് വെള്ളി മെഡൽ സ്വന്തമാക്കി. സ്വർണ്ണ മെഡൽ നേടിയത് പ്രതിസന്ധികളെ അതിജീവിച്ച് ഒളിമ്പിക്സിന് എത്തിയ ഒരു പാകിസ്ഥാൻ താരമാണ്. ആരാണ് അദ്ദേഹം? കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ പോവും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി അർഷാദ് നദീം എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലോക നാട്ടറിവ് ദിനം. ഓപ്ഷൻ എ ഓഗസ്റ്റ് 22. ഇനി അടുത്ത ചോദ്യം ലോകാരോഗ്യ സംഘടന അനുമതി നൽകിയ ടാഗ് 003 വാക്സിൻ ഏത് വൈറസിനെതിരെ ഉള്ളതാണ്? ഓപ്ഷൻ സി ഡെങ്കി വൈറസ്. ഇനി അടുത്ത ചോദ്യം 2024 മികച്ച സിനിമയ്ക്കുള്ള 96ാം ഓസ്കാർ അവാർഡ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമറിനാണ്. മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ എ റോബർട്ട് ഡൗണി ജൂനിയർ. ഇനി അടുത്ത ചോദ്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിയാണ് OR കേളു. അദ്ദേഹം ഏത് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്? ഓപ്ഷൻ സി മാനന്തവാടി. ഇനി അടുത്ത ചോദ്യം 2024 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ ഉണ്ണി അമ്മയമ്പലത്തിൻ്റെ കൃതി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആൽഗോരിതങ്ങളുടെ നാട് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി അർജന്റീനയാണ്. അടുത്ത ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ചോദ്യം തന്നെയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിൻ്റെ കമ്പനി ഏത്? ഓപ്ഷൻ എ ന്യൂറാലിങ്ക്. ഇനി അടുത്ത ചോദ്യം 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാനിന് നൽകിയ പേര്? ഓപ്ഷൻ സി നീലു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ എന്ന് പറയുന്നത് കാരിച്ചാൽ ചുണ്ടനായിരുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പുന്നമട കായൽ. ഇനി അടുത്ത ചോദ്യം 2024 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ IFFI നടന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി ഗോവ. അപ്പം നമുക്കറിയാം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ സ്ഥിരം വേദി ഏതാണ്? ഗോവ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം ഏത്? ഓപ്ഷൻ ഡി സ്വീഡനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെൻറ്ററിൻ്റെ പേര് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പം 4 ഓപ്ഷൻ കാണുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ സഹജ എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI ചിപ്പിൻ്റെ പേര് എന്ത്? ഓപ്ഷൻ സി കൈരളി എന്നുള്ളതാണ് AI ചിപ്പിൻ്റെ പേര്. ഇനി അടുത്ത ചോദ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യം തന്നെയാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ലോകവ്യാപകമായി പടർന്നു പിടിച്ച COVID-19 ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഓപ്ഷൻ സി വുഹാൻ. വുഹാൻ ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. ഇനി അടുത്ത ചോദ്യം HIV ബാധിതരുടെ ടെസ്റ്റിങ്ങിനും കൗൺസിലിങ്ങിനുമായി കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച സംവിധാനം ഏത്? ഓപ്ഷൻ എ ജ്യോതിസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം 2024 സെപ്റ്റംബറിൽ എംപോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ സി മലപ്പുറം. ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ സി JP നഡ്ഡ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ഇത് 3ാമത്തെ തവണ ഈ ചോദ്യം LGSൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കേരള ഗവൺമെൻറ് രൂപീകരിച്ച നൂതന പദ്ധതി ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അമൃതം ആരോഗ്യമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ലാസ്റ്റത്തെ ചോദ്യമാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി MAL എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. MALൻ്റെ ഫുൾ ഫോം എന്താണ്? മൈലിൻ ആൻഡ് ലിംഫോസൈറ്റ് പ്രോട്ടീൻ എന്നുള്ളതാണ് MALൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2024 LGSന് PSC ചോദിച്ചിരിക്കുന്നത്. ഇനി ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ട്, യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് LDCയിൽ ചോദിച്ച മുഴുവൻ കറണ്ട് അഫെയർ ചോദ്യങ്ങളുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.